പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇതല്ല, ഇങ്ങനെയല്ല, എനിക്ക് വേണ്ടിയത് ഇതല്ല എന്നൊക്കെ. ഇങ്ങനെ അല്ല അല്ല എന്ന് ഒരു ദിവസം 100 തവണ പറയുന്ന 100 കണക്കിന് ആളുകളുണ്ട്. സീരിയസ്ലി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ മാറി തുടങ്ങുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെ കിട്ടിയതിനേക്കാൾ മികച്ച റിസൾട്ട് നമുക്ക് കിട്ടുമോ? അതിനെ മാക്സിമം ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതിൽ നമ്മൾ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിലും മികച്ച റിസൾട്ടുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജീവിതം മടുത്തു എന്നൊക്കെ കുറെ ആളുകൾ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കുക, നമ്മളൊന്ന് മാറി നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളും മാറിക്കോളും. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ ഇതല്ല എന്ന് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ ഇതിനേക്കാൾ മികച്ചത് നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെ ചെയ്ത കാര്യങ്ങളല്ലാത്ത വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങണം. അപ്പോഴല്ലടാ നമുക്ക് വേറെ റിസൾട്ടുകൾ കിട്ടുള്ളൂ. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇനിയും ചെയ്താൽ അതിനേക്കാൾ മികച്ച റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുണ്ടോ? അതിൻ്റെ ഒരു ചോദ്യമാണ്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുണ്ടോ? വലിയ റിസൾട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറ്റമുള്ള റിസൾട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ മാറിയ കാര്യങ്ങൾ ചെയ്താലല്ലേ മാറ്റമുള്ള റിസൾട്ട് വരുള്ളൂ. അതെന്താ പല ആളുകളും അക്സെപ്റ്റ് ചെയ്യാത്തത്? അതെന്തുകൊണ്ടാ പല ആളുകളും അങ്ങോട്ട് അംഗീകരിക്കാത്തത്? എനിക്ക് മാറണം, ഞാൻ മാറിയാലേ ഇത് മാറ്റങ്ങൾ വരുള്ളൂ എന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരേ കാര്യം റിപ്പീറ്റഡ്ലി ചെയ്ത് 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 ഇവരെല്ലാം ഒരു സർക്കിളിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും, ഒരു ലൂപ്പിന്റെ ഉള്ളിൽ. ആ ലൂപ്പിന്റെ ഉള്ളിൽ കിടന്ന് ഇവരിങ്ങനെ വട്ടം കറങ്ങുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇതിന്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി വരുന്നത്. കാരണം ഒരു കംഫർട്ട് സ്പേസിൽ ഇവർ അകപ്പെട്ട് കഴിഞ്ഞ് ആ ഒരു കംഫർട്ട് സ്പേസിന്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടേ ഇവർക്ക് വലിയ റിസൾട്ടുകൾ വേണം എന്നൊരു തോട്ടിൽ ഇവർ എത്തി തുടങ്ങുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു സ്പേസിന്റെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങി ഇനിയും അതേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയതിനേക്കാൾ മികച്ച റിസൾട്ടുകൾ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം. അതായത് ചെയ്ത കാര്യങ്ങൾ മാറ്റി ചെയ്യാൻ തുടങ്ങണം, മാറി തുടങ്ങണം. ആര്? നമ്മൾ എപ്പോൾ മാറി തുടങ്ങുന്നോ അതിന്റെ റിഫ്ലക്ഷൻ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എന്താ പറയാ, ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവും. മേ ബി അത് ഒറ്റയടിക്ക് പോസിറ്റീവ് ആകണം, അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റ്സ് തരുന്ന റിസൾട്ട് ആകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാവടാ, മാറിയിട്ടുണ്ട്, റിസൾട്ടുകൾ മാറുന്നുണ്ട്. അപ്പം തെറ്റുകൾ എവിടെയാണ് വരുന്നത്, അവിടുന്ന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ പിന്നെ വരുത്താൻ പറ്റും എന്ന് നമ്മൾ വീണ്ടും പഠിക്കും, വീണ്ടും മനസ്സിലാക്കും. തെറ്റുകൾ തിരുത്തി മുന്നേറുന്ന സമയത്ത് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ റിസൾട്ടുകൾ വലിയ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ വരണമെന്നില്ല. അവിടെ തെറ്റുകൾ സംഭവിക്കുമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ വീണ്ടും മനസ്സിലാക്കി മാറ്റി തുടങ്ങുമ്പോൾ റിസൾട്ടുകളിലും ആ മാറ്റങ്ങൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേടി തുടങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. പുതിയ കാര്യങ്ങൾ ചെയ്യാനും പല പല മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനും നമ്മളെ മനസ്സ് തന്നെ നമ്മളോട് ഇങ്ങനെ പറയും. പിന്നെ ഒരു ട്രാക്കിലേക്ക് നമ്മൾ എത്തും. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് മാറ്റി ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേറെയാണ്, പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെയാണെങ്കിൽ അത് തമ്മിൽ കണക്റ്റ് ആവില്ല. അത് പാരലായിട്ട് ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കും, തമ്മിൽ കൂട്ടിമുട്ടാതെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു വഴിക്ക്, നമ്മുടെ സ്വപ്നങ്ങൾ മറ്റൊരു വഴിക്ക് ഇങ്ങനെ അതൊരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയ കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യാൻ തുടങ്ങണം. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും കുഴപ്പമില്ല, ലേറ്റ് ആയിട്ടില്ല. പക്ഷെ അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ ലേറ്റ് ആകുന്നത്. അപ്പൊ നിങ്ങൾക്ക് 50 വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ലേറ്റ് ആയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 20 വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ മാത്രം മിസ്റ്റേക്കാണ്. ഓക്കെ? അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതന്നെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച്
നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടണം, അതിനിങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് നിങ്ങളെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ഒന്ന് ആദ്യം പുറത്ത് വരിക. ആ ഒരു കംഫർട്ട് സ്പേസിനേക്കാൾ ഉപരി അതൊരു ലൂപ്പാണ്. ആ ഒരു ലൂപ്പ് ഒന്ന് പുറത്ത് വന്നിട്ട് മാറ്റമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക, റിസൾട്ടുകൾ മാറി തുടങ്ങും. അത് ഉറപ്പാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ റിസൾട്ടുകൾ കിട്ടിയില്ലെങ്കിലും പോകെ പോകെ തെറ്റുകൾ പഠിച്ച് മനസ്സിലാക്കി തിരുത്തി മുന്നേറുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ കിട്ടി തുടങ്ങുക തന്നെ ചെയ്യും. പിന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും, എടാ ഈ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് മാറ്റി ചെയ്ത് നോക്ക്, വർക്കാവും. ഇത് നമ്മൾ കുറേ ആളുകൾ പലതരത്തിൽ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലക്ഷ്യം അങ്ങനെ തന്നെ വെക്കണം, മാർഗങ്ങൾ നമുക്ക് മാറ്റി നോക്കാമെന്ന്. അതുപോലെ തന്നെ മാറ്റമുള്ള റിസൾട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി തുടങ്ങണം. നമ്മൾ മാറി തുടങ്ങുമ്പോൾ മാറ്റമുള്ള റിസൾട്ടുകൾ നമ്മളെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ.